ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടിംഗ് ലിമിറ്റ്സ് യൂസിങ് ദ ഫോളോയിങ് തിയറം. ഒരു തിയറം തന്നിട്ടുണ്ട്. ഈ തിയറം ഉപയോഗിച്ച് എങ്ങനെയാണ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ n, ലിമിറ്റ് x ടെൻസ് ടു a, x റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x മൈനസ് a ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഈ റിസൾട്ട് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടിനോട് വളരെ സിമിലറാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് d by dx of x raised to n is n into x raised to n minus 1. അപ്പോൾ ഡെറിവേറ്റീവ് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് x ഈക്വൽ ടു a. അത് തന്നെയാണ് ഈ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും. ഇനി അല്ല എങ്കിൽ നമ്മൾ ഇത് കഴിയുമ്പോൾ ഒരു എൽ ഹോസ്പിറ്റൽസ് റൂൾ പഠിക്കുന്നുണ്ട്. ആ റൂളിൽ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇതേ വാല്യൂ തന്നെ കിട്ടും. നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ തിയറം പറയുന്നത് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇതേ ഫോമിൽ അല്ല കിടക്കുന്നത്, പക്ഷേ നമുക്കിതിനെ ഈ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിനെ എക്സ് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്റർ ഇൻറ്റു ഇതിൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ എക്സ് മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഈ ടേം ഈ ഫോമിലാണ് കിടക്കുക, ഈ ടേം അതിൻ്റെ റെസിപ്രോക്കൽ ഫോമിലാണ് കിടക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് റേസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഒരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റൂൾ പ്രകാരം n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. ഇവിടെ എന്നിൻ്റെ വാല്യൂ 15 ആണ്, എന്നിൻ്റെ വാല്യൂ 15 ആണ്, എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്നുള്ളത് 15 ഇൻറ്റു 1 റേസ് ടു 15 മൈനസ് 1. ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് അതാണ്. ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് n ഇൻറ്റു ഡിനോമിനേറ്ററിൽ n എന്ന് പറയുന്നത് 10 ആണ്, a എന്ന് പറയുന്നത് വീണ്ടും 1 ആണ്. അപ്പോൾ 10 ഇൻറ്റു 1 റേസ് ടു 10 മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഗിവൺ ബൈ 15 ഇൻറ്റു 15 മൈനസ് 1 14, 1 റേസ് ടു 14 1 തന്നെയാണ്. അപ്പോൾ 15 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 റേസ് ടു 10 മൈനസ് 1, 10 മൈനസ് 1 9 ആണ്, 1 റേസ് ടു 9 1 തന്നെയാണ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഈ ഫ്രാക്ഷനെ വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും ഈ ലിമിറ്റിൻ്റെ വാല്യൂ വരിക. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0/0 ഫോമിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, നമുക്കിവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഞാൻ ഈ റാഡിക്കലിനകത്തുള്ള 1 പ്ലസ് എക്സിനെ y എന്ന് വിളിച്ചാൽ എനിക്ക് എക്സ് 0 ആകുമ്പോൾ y 1ലേക്ക് ടെൻഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ലിമിറ്റിനെ എനിക്കൊന്ന് മാറ്റി പുതിയ വേരിയബിളിലേക്ക് എഴുതാം. അപ്പോൾ എക്സ് ടെൻസ് ടു 0 ഇംപ്ലൈസ് y ടെൻസ് ടു 1. അപ്പോൾ ഞാൻ എക്സ് എഴുതിയെടുത്തല്ല, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതിയെടുത്ത് ലിമിറ്റ് y ടെൻസ് ടു 1 എന്ന് എഴുതണം. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിൻ്റെ വാല്യൂ ആണ് y. അപ്പോൾ റൂട്ട് ഓഫ് y മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് ആണുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ y മൈനസ് 1 ആണ്. y ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 1 ആണ്. അപ്പോൾ എനിക്കിതിനെ y മൈനസ് 1 എന്ന് എഴുതാൻ സാധിക്കും. Now this is equal to limit
y ടെൻസ് ടു 1, ഈ റൂട്ട് വൈയെ y റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ y റേസ് ടു 1/2 മൈനസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ 1നെ 1 റേസ് ടു 1/2, 1 റേസ് ടു എനി നമ്പർ ഈസ് 1 ആണ്. അപ്പോൾ എനിക്ക് 1നെ 1 റേസ് ടു 1/2 എന്നും എഴുതാം. ഇപ്പോൾ എനിക്ക് മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്യാവുന്ന ഫോമിലാണ് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. n എന്ന് പറയുന്നത് ഇവിടെ പവറിൽ ഉണ്ടായിരുന്ന വാല്യൂ ആണ്. ഇവിടുത്തെ n വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. എ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1 റേസ് ടു 1/2 മൈനസ് 1 ആണ്. which is equal to 1/2 into 1/2 minus 1 is again minus 1/2. ഇനി 1 raised to any number is 1. അപ്പോൾ 1/2 into 1 is the answer. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് 1/2 ആണ് ഈ പ്രോബ്ലത്തിന് കിട്ടുന്നത്. താങ്ക് യു.